പോർച്ചുഗീസുകാർ തീ വെച്ച് നശിപ്പിച്ച പള്ളിയാണ്, പക്ഷേ ഇന്നും അത് പ്രൗഢമായി നിലനിൽക്കുന്നു. സഫ മസ്ജിദിൻ്റെ കഥ പറയാം. നോർത്ത് ഗോവയിലെ പോണ്ട എന്ന പ്രദേശത്താണ് തീർച്ചയായും നാം പോയിരിക്കേണ്ട ഈ ചരിത്ര നിർമ്മിതിയുള്ളത്. സഫ മസ്ജിദ്. ചെങ്കല്ലിൽ പണിതുയർത്തിയ ഈ പള്ളിയും പള്ളിക്കുളവും നിർമ്മിച്ചത് 1560 ബീജാപ്പൂർ ഭരിച്ചിരുന്ന ഇബ്രാഹിം ആദിൽ ഷയാണ്. ചുറ്റും അതിമനോഹരമായി സംവിധാനിച്ച ഉദ്യാനത്തിന് നടുവിലാണ് പള്ളിയുടെയും പള്ളിക്കുളത്തിൻ്റെയും സ്ഥാനം. വളരെ ചെറിയൊരു പള്ളി, വിശാലമായൊരു പള്ളിക്കുളം, അതിമനോഹരമായൊരു അന്തരീക്ഷവും. ആഹാ, ഗംഭീരം. അക്കാലത്തെ ശുദ്ധജല വിതരണത്തിനായി കൂടിയാണ് കുളം ഇത്ര വിപുലമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. കുളത്തിലേക്ക് പ്രകൃതിദത്തമായ നീരൊഴുക്കുണ്ട്. എത്രമേൽ ഭംഗിയോടെയാണ് ഇതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. അതിഗംഭീരമായൊരു ശില്പം ഇങ്ങനെ കല്ലിൽ കൊത്തിയെടുത്തതുപോലെ. ഗോവയിലെ പോർച്ചുഗീസ് ഭരണകാലത്ത് പള്ളി തകർക്കപ്പെട്ടു എന്നാണ് ചരിത്രം. പിന്നീട് 1980 പുനർനിർമ്മാണം നിർവഹിക്കപ്പെടുന്നത്. നോട്ട് ഓൺലി ദ തേഴ്സ്റ്റി സീക്ക് ദ വാട്ടർ, ദ വാട്ടർ ആസ് വെൽ സീക്സ് ദ തേഴ്സ്റ്റി എന്നാണ് ജലാലുദ്ദീൻ റൂമിയുടെ പ്രസിദ്ധമായ വാക്കുകൾ. ചരിത്രവും അങ്ങനെയാണ്. ചരിത്രത്തെ നാം മാത്രമല്ല, ചരിത്രം നമ്മെയും അന്വേഷിക്കുന്നുണ്ട്. വീണ്ടും കാണാം.